ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചീനീസ് കിച്ചൺ. അപ്പോൾ കുട്ടികളുടെ സ്കൂൾസ് ഒക്കെ ഇപ്പോൾ ഓപ്പൺ ആവല്ലേ, അപ്പോൾ എല്ലാവരും ലഞ്ച് ബോക്സിനുള്ള പട്ടത്തിലായിരിക്കും. അതെ, റെസിപ്പീസ് ആയിട്ടാണ് ചീനീസ് കിച്ചൺ വന്നിരിക്കുന്നത്. ഈസി ആയിട്ടുള്ള 3 റെസിപ്പിയാണ് ഞങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു പനീർ ബൂർജിയുടെ റെസിപ്പിയാണ്. ഇത് ഡ്രൈ അല്ല കേട്ടോ, കുറച്ച് സെമി ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബ്രെഡിന്റെ കൂടെ, റൊട്ടിയുടെ കൂടെ മാത്രമല്ല, ബ്രെഡിന്റെ കൂടി കുട്ടികൾക്ക് കൊടുത്തുവിടാൻ ഒട്ടും സ്പൈസി അല്ല. പിന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഒരു ബീട്രൂട്ട് പറാട്ടയാണ് അതിൽ ചെയ്തിരിക്കുന്നത്. പക്ഷെ ബീട്രൂട്ടിൻ്റെതായ കുട്ടികൾക്ക് ആ ഫ്ലേവർ ഒന്നും വരില്ല, നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു പൊട്ടറ്റോന്റെ ചീസി പൊട്ടറ്റോ പറാട്ടയാണ് കേട്ടോ. ഇതൊക്കെ സ്നാക്സ് പോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തുവിടാം, ലഞ്ച് ബോക്സ് ആയിട്ടും കൊടുത്തുവിടാം. അതിന്റെ കൂടെ വേറെ കറികളോ ഒന്നും നമുക്ക് ആവശ്യമില്ല, ഹെൽത്തിയാണ്. പിക്കിള് വെച്ചാൽ മതി. പക്ഷെ ഈ ബീട്രൂട്ട് പറാട്ടയ്ക്കൊന്നും പിക്കിളും വേണ്ട, നമുക്ക് കട്ട് ചെയ്ത് സ്നാക്ക് പോലെ വെച്ച് കൊടുത്ത് അവർക്ക് ഈസി ആയിട്ട് കഴിക്കാനും സുഖമാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അല്ലേ. ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പനീർ ബുർജിയുടെ റെസിപ്പിയാണ് കേട്ടോ. പനീർ ബുർജി എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടാവില്ല എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതൊരു സെമി ഗ്രേവിയാണ് കേട്ടോ, അത്ര തിക്കും അല്ല, എന്നാൽ കുറച്ച് ഗ്രേവി ആയിട്ട്. അതായത് നമുക്ക് റൊട്ടിയുടെ കൂടെ മാത്രമല്ല ഇത് കൊടുത്തു വിടാൻ പറ്റുക, ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് കുറേയധികം വഴറ്റി സമയം കളയണ്ട. അതുപോലെ തന്നെ റൊട്ടിയുടെ കൂടെയോ, റൊട്ടി ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയോ കൊടുത്തു വിടാൻ കുട്ടികൾക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റൈസിൻ്റെ കൂടെയൊക്കെ കൊടുത്തു വിടാൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഈ പനീർ ബുർജി. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് 100 ഗ്രാം പനീരാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കൈവച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സവോള, ഒരു വലിയ സവോള ചെറുതാക്കി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബേ ലീഫ്, പിന്നെ നമുക്ക് ജീരകം, നല്ല ജീരകം അല്ല വലിയ ജീരകം, കുമിൻ സീഡ്സ്. പിന്നെ ഒരു തക്കാളി ഇവിടെ അടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അരിയുമ്പോൾ കുറേ സമയം വഴറ്റി കളയണം. അപ്പോൾ ഇങ്ങനെ അടിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ്. ഇത് നമുക്ക് മുമ്പേ തന്നെ തയ്യാറാക്കി വയ്ക്കാം, ഞങ്ങളൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ടിപ്സ് എന്ന് പറഞ്ഞിട്ട്. ആ ടിപ്സിൻ്റെ വീഡിയോയിലുണ്ട് ഇതെങ്ങനെ പെട്ടെന്ന് നമുക്കത് ഒരു ഒരാഴ്ചയ്ക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് എല്ലാം ഇട്ട് വഴറ്റി പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് തയ്യാറാക്കാം. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, ഒരു പിഞ്ച് ഗരം മസാല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഫ്ലേവറുള്ള വെജിറ്റബിൾ മസാല ഏതെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഓയിൽ വേണം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും പിന്നെ ഫ്രഷ് ക്രീം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രഷ് ക്രീം ഒരു വലിയ ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ ഫ്രഷ് ക്രീമിന് വരെ നമുക്ക് കുറച്ച് കാഷ്യൂ അരച്ചൊഴിച്ചാലും മതി കേട്ടോ. ഫ്രഷ് ക്രീം കയ്യിലില്ലെങ്കിൽ കാഷ്യൂ ഒഴിക്കുക. ഇതൊക്കെ നല്ല ടേസ്റ്റ് കൂട്ടാനാണ് നമ്മുടെ കറിക്ക്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടം. കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അധികം നമ്മൾ ഇതിൽ മസാലകളൊന്നും ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ ഫ്രഷ് ക്രീം ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ കറി നല്ലൊരു റിച്ച് ഗ്രേവി ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഒരു 4-5 കാഷ്യൂ വെള്ളത്തിലിട്ടിട്ട് അരച്ച് വെച്ചാലും മതി ക്രീമിന് പകരം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഈ പനീർ ബുർജി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമുക്കിതിലേക്ക് പാൻ വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ജീരകം കേട്ടോ. ജീരകം നന്നായിട്ടൊന്ന് പൊട്ടി വരണം. അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ബേ ലീഫാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഇതിലൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സവോള വഴണ്ടി കിട്ടും. നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ സവോള അവിടെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, 1/2 ടീസ്പൂണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, പച്ചമണം മാറുന്നവരെ. നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്ന പൊടികളാണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി, അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾ മസാല. നോർത്ത് ഇന്ത്യൻ റെസിപ്പിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഫ്ലേവറുള്ള എന്തെങ്കിലും വെജിറ്റബിൾ മസാലയും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ്, നമ്മുടെ മസാലപ്പൊടികളും. ഇതിലേക്ക് തക്കാളി ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു തക്കാളി അടിച്ചു വെച്ചതാണ് കേട്ടോ. ഇതൊരു 2 മിനിറ്റ് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം.
സമയത്ത് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അത് ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ പറയാൻ മറന്നു ഇതാണ്. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഉപ്പ് നമ്മൾ സവോള വഴറ്റുമ്പോൾ ഇട്ടു. ഇനി നമുക്ക് കറിയില്ല, അതിന് ശേഷം കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂ പേസ്റ്റ് ആണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി മസാലയൊക്കെ ഒന്ന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഈ തക്കാളി സവോളയൊക്കെ അധികം വഴച്ചാതിരിക്കാൻ വേണ്ടി നമുക്ക് സമയം സേവ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മുടെ മസാല. ഉണ്ടോ? ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സായി വരട്ടെ. സമയത്ത് നമുക്ക് നമ്മുടെ പനീരും കൂടെ അതിലിട്ട് കൊടുക്കാം കേട്ടോ. ഗ്രേവി എന്ന് പറയുന്നത് നമ്മുടെ ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഇതിൽ ഡ്രൈ പനീർ ബുർജി ആകുമ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ കൂടെയൊന്നും കഴിക്കാൻ പറ്റില്ല. റൊട്ടിയുടെ കൂടെ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ബ്രെഡിൻ്റെ കൂടെ പോലും കുട്ടികൾക്ക് കൊടുത്തു വിടാൻ നല്ലതാണ് കേട്ടോ. ഇതിലൊന്ന് മിക്സായി വരട്ടെ. പെട്ടെന്ന് തന്നെ നമ്മുടെ പനീർ ബുർജി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓപ്ഷനിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇൻഗ്രീഡിയൻസ് കാണിക്കുമ്പോൾ ഒക്കെ കസൂരി മേത്തി പക്ഷെ ടേസ്റ്റ് കൂട്ടും. മല്ലിയിലും മുകളിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ തന്നെ ഇതിന് നല്ല ടേസ്റ്റ് തന്നെയാണെന്ന് വെച്ചാൽ ഫ്രഷ് ക്രീമും പനീരും കൂടുമ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലും കൂടെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഈസി ആയിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റുന്ന ഈ പനീർ ബുർജിയുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അധിക സമയം ഉള്ളി തക്കാളി ഒന്നും വഴറ്റി സമയം കളയണ്ട. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ പുലാവിൻ്റെ കൂടെയൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വിടാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് 15 മിനിറ്റിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ പനീർ ബുർജിയുടെ റെസിപ്പി കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അധികം സ്പൈസി ഒന്നുമല്ല. അപ്പം ഇതാണ് നമ്മുടെ പനീർ ബുർജി. അടുത്തൊരു ലഞ്ച് ബോക്സ് റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊറാട്ടയാണ് കേട്ടോ. പൊറാട്ട എന്ന് പറയുമ്പോൾ നമ്മൾ ബീട്രൂട്ട് കൊണ്ടാണ് ഈ പൊറാട്ട ഉണ്ടാക്കുന്നത്. പക്ഷേ കുട്ടികളൊക്കെ ബീട്രൂട്ട് ഇട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിൽ നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ആ ബീട്രൂട്ടിൻ്റെ ഫ്ലേവർ വല്ലാതെ വരില്ല. പക്ഷേ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്ലേവറിലായിരിക്കും നമ്മുടെ പൊറാട്ട ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പൊറാട്ട തന്നെയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ സബ്ജിയോ ഒന്നും വേണ്ട. വെറും കേടോ അല്ലെങ്കിൽ 2-3 കുക്കുമ്പറോ കട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി സൈഡിൽ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 2 കപ്പ് ആട്ടയാണ് കേട്ടോ. ഈ കപ്പിൽ 2 കപ്പ് ആട്ടയ്ക്കുള്ള അളവാണ് പറയുന്നത്. പിന്നെ ബീട്രൂട്ട് അധികം ഇട്ട് കഴിഞ്ഞാൽ കുട്ടികളൊന്നും കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബീട്രൂട്ടിൻ്റെ അളവ് അതിനനുസരിച്ച് ഇട്ടാൽ മതി. അപ്പോൾ 2 കപ്പ് ആട്ടയ്ക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. ഒരു 1/2 കപ്പ്, ഈ കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് ബീട്രൂട്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമുക്കൊന്ന് അരയ്ക്കണം. അതിൽ തന്നെ ഒരു ചെറിയ വെള്ളുള്ളി വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ പീസ് ഇഞ്ചിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളത്. ഇത് മാത്രമേ നമുക്ക് അരയ്ക്കാനുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയില, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയാണ് പിന്നെ നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് ഒരു പിടി കസൂരി മേത്തി, വളരെ ഒരു പിഞ്ച് എന്ന് പറയാം കസൂരി മേത്തി. ഫ്രഷ് മേത്തി കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ്, നമ്മുടെ ആട്ട കുഴയ്ക്കാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് അജ്വീൻ, അതായത് അയ്മോദകം നമ്മുടെ ഏത് പൊറാട്ടയ്ക്കും നല്ലൊരു ഫ്ലേവർ തന്നെയാണ്. ഈ അയ്മോദകം കയ്യിലില്ലെങ്കിൽ നമുക്ക് നല്ല ജീരകം, അതായത് വലിയ ജീരകം എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ഇതിലൊക്കെ ഇടുന്ന സാധാരണ ചപ്പാത്തി കറികളിലൊക്കെ പൊട്ടിക്കുന്ന ആ ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അതിന് വരെ ഞാൻ ഇവിടെ ഇതാണ് അയ്മോദകമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് വെജിറ്റബിൾ ഓയിൽ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഈ ബീട്രൂട്ട് പൊറാട്ട ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ബീട്രൂട്ടിൻ്റെ പീസസ് ഒന്നും അധികം കാണില്ല നമ്മൾ. പിന്നെ നമുക്ക് നമ്മുടെ മാവ് കുഴച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് ഇത് ആട്ട വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കസൂരി മേത്തി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അയ്മോദകം ഒരു പിഞ്ചാണ് കേട്ടോ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് കൈവച്ചൊന്ന് തിരുമ്മി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മല്ലിയില. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ 2 ടീസ്പൂണ് വെജിറ്റബിൾ ഓയിൽ. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് കുഴയ്ക്കാനായിട്ട് വേണ്ടത്. നന്നായിട്ട് കൈവച്ച് കുഴച്ചെടുക്കാം. ഇതിനിപ്പോൾ ബീട്രൂട്ടിൻ്റെ സ്മെല്ലൊന്നും അധികം വരില്ല കേട്ടോ. ടേസ്റ്റ് ബീട്രൂട്ട് അധികം കണ്ട കുട്ടികൾ കഴിക്കില്ല. പിന്നെ നമ്മുടെ ഉലുവയുടെ ഇലയുടെ അതുപോലെ തന്നെ നമ്മുടെ അയ്മോദകം പിന്നെ ഗാർലിക്കിൻ്റെയും ജിഞ്ചറിൻ്റെയും ഒക്കെ ചെറിയ ഫ്ലേവറാണ് വരുന്നത്. ബീട്രൂട്ടിൻ്റെ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, ബാക്കി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയത്, ബീട്രൂട്ട് അടിക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കണം കേട്ടോ, എന്നാലേ നന്നായിട്ട് അരിഞ്ഞ് കിട്ടുള്ളൂ. നമ്മൾ തിക്കായിട്ട് തന്നെയാണ് കേട്ടോ അത് കുഴച്ചെടുക്കുന്നത്. പിന്നെ മറ്റേ ചപ്പാത്തിയുടെ പോലെ വല്ലാതെ വലിപ്പത്തിലല്ല, കുറച്ച് വലിയ ബോൾസാക്കി എടുത്ത് കുറച്ച് കട്ടിക്കാണ് നമ്മൾ പരത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് ടിഫിൻ ബോക്സിൽ വയ്ക്കാനും എളുപ്പമാണ്.
കുഴച്ചൊക്കെ കഴിഞ്ഞ് ഒരു ഡ്രോപ്പ് ഓയിലും കൂടെ ഒഴിക്കുക ഇതിൻ്റെ മേലെ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്ക് കുറച്ച് സോഫ്റ്റ്നെസ് കൂടും കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ച് അധികം സമയമൊക്കെ ഇരിക്കാനുള്ളതല്ലേ കുട്ടികൾ ഉച്ചയ്ക്ക് കഴിക്കുമ്പോഴേക്കും രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ റൊട്ടി ഇരിക്കും. കണ്ടോ? അപ്പോൾ അതാ നമ്മുടെ ബീട്രൂട്ട് പൊറാട്ടയ്ക്കുള്ള മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇതാണ് ഇതിൻ്റെ പാകം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ പൊറാട്ട ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. കുറച്ച് വലിയ ബോൾസ് ആക്കിയിട്ടാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. ഇതെടുക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴയ്ക്കണം കേട്ടോ മാവ്. അതൊക്കെ നമ്മുടെ ചപ്പാത്തിക്ക് സോഫ്റ്റ്നെസ് കൂട്ടാനുള്ള ടിപ്സാണ്. നമ്മൾ എത്ര കുഴച്ച് വെച്ചാലും എടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് കുഴച്ച് കൊടുക്കുക. കണ്ടോ? മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊറാട്ട ചെയ്ത് തന്നെ കാരണം തന്നെ കുറച്ച് വലിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. കണ്ടോ? ഈ സൈസിലുള്ള ബോൾസ് ആക്കി എടുക്കാം. ഇതിൽ നമുക്ക് പാലക്കിൻ്റെ ഇല വേണമെങ്കിൽ കട്ട് ചെയ്തിടാം, അല്ലെങ്കിൽ മേത്തി ലീഫ്. നമ്മളിപ്പോൾ ഡ്രൈ മേത്തിയാണ് യൂസ് ചെയ്തേക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് മേത്തി കിട്ടുകയാണെങ്കിൽ അതും ഇതിലിടാം കേട്ടോ. അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന പൊറാട്ടയാണത്. നമുക്കിതെല്ലാം ഒന്നിങ്ങനെ ഉരുട്ടിയെടുക്കാം. നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. കുറച്ച് തിക്നെസ്സിൽ തന്നെ പരത്തിയെടുക്കണം. അധികം വലിപ്പം കൂട്ടണ്ട. നമുക്കിത് കട്ട് ചെയ്ത് ടിഫിൻ ബോക്സിലൊക്കെ വെക്കാനുള്ളതല്ലേ, അതുകൊണ്ട് തന്നെ വല്ലാതെ പരത്തേണ്ട ആവശ്യമില്ല. കണ്ടോ? ഈ സൈസിൽ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. നമ്മുടെ എല്ലാ റൊട്ടിയും നമുക്കിങ്ങനെ പരത്തിയെടുക്കാം. കണ്ടോ? ഇതാണ് നമ്മുടെ പൊറാട്ടയുടെ സൈസ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്കെല്ലാം ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഓയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ദോശക്കല്ല് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ദോശക്കല്ലിലാണ് കേട്ടോ ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാറ്. അപ്പോൾ അതാ കല്ല് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് അത് ഉണ്ടാക്കുന്നത്. നമുക്ക് തലേ ദിവസം കുഴച്ച് വയ്ക്കാം കേട്ടോ. മാവ് കേട് വരില്ല. നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി. നമ്മൾ ഓയിൽ കൂട്ടി കുഴക്കുന്നത് കൊണ്ട് തന്നെ ഇത് കേട് വരില്ല കേട്ടോ. മറിച്ചിട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മളിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. കുറേ അധികം ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ജസ്റ്റ് 1-2 ഡ്രോപ്സ് ഒഴിച്ച് കൊടുത്ത് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു പൊറാട്ട തന്നെയാണ് കേട്ടോ അത്. 2 സൈഡൊന്ന് നന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിന് കൊടുത്തയക്കുകയാണെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും ഹാർഡായി പോകുന്നില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ എടുക്കും കേട്ടോ. ബീട്രൂട്ട് കൂട്ടുമ്പോഴേ നമ്മുടെ പൊറാട്ടസ് നല്ല സോഫ്റ്റായിരിക്കും. ഇതിന് പകരം നിങ്ങൾക്ക് ക്യാരറ്റ് ഉപയോഗിക്കാം. ക്യാരറ്റ് ഇടുമ്പോൾ കുറച്ചും കൂടെ കളർ കിട്ടാൻ വേണ്ടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ ഞാൻ മസാലയൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മസാലകളൊക്കെ ചേർത്ത് ഉണ്ടാക്കാം. പക്ഷേ കുട്ടികൾക്കാകുമ്പോൾ അതിൻ്റെ ഫ്ലേവറൊന്നും ചിലപ്പോൾ ഇഷ്ടാവില്ലല്ലോ. അതുകൊണ്ട് വേറെ മസാലയൊന്നും ഇതിൽ ആഡ് ചെയ്യാത്ത. കണ്ടോ? അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പൊറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കെല്ലാം അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ ബീട്രൂട്ട് പൊറാട്ട എല്ലാം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതൊന്ന് സെർവ് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ലഞ്ച് ബോക്സ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ട് പൊറാട്ട കണ്ടോ? നമുക്ക് വളരെയധികം സമയം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. കണ്ടോ? അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ലഞ്ച് ബോക്സിൽ ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്ക് കൊടുത്തു വിടാനായിട്ട് നല്ല ഹെൽത്തിയാണ്. അതുപോലെ തന്നെ നമുക്ക് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. തലേദിവസം ഇതിൻ്റെ മാവൊക്കെ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ പൊറാട്ട. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിക്കാം കേട്ടോ. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുക്കുംബർ കൊടുത്തു വിടാം കുട്ടികൾക്ക്. അതുപോലെ തന്നെ നല്ല സെറ്റ് കേർഡ് ഉണ്ടെങ്കിൽ അതും കൊടുത്തു വിടാം. അതിൽ കുറച്ച് ജീരകത്തിൻ്റെ പൗഡറും ഒരു നുള്ള് കാശ്മീരി ചില്ലി പൗഡറും ഇട്ടുണ്ട്. അപ്പോൾ ഇത്രയായി നല്ല ഹെൽത്തി ആയിട്ട് അതുപോലെ തന്നെ നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പൊറാട്ട ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചാൽ കുട്ടികൾക്കൊക്കെ എടുത്ത് കഴിക്കാൻ എളുപ്പമാണ്. ഇതിപ്പോൾ ലഞ്ച് റെസിപ്പി മാത്രമല്ല കേട്ടോ, നമുക്ക് സ്നാക്സിൻ്റെ ടൈമിലും ഇത് കൊടുത്തു വിടാം, ഫ്രൈഡിനൊക്കെ പകരം. അപ്പോൾ അങ്ങനെ പീസസ് ആക്കി വെച്ചാൽ നല്ല ഹെൽത്തിയുമാണ്, ഫില്ലിങ്ങുമാണ്. അപ്പോൾ നമുക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ കമൻസ് എല്ലാം എഴുതി അറിയിക്കണം. അപ്പോൾ അടുത്ത റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം.
നമ്മുടെ പൊട്ടറ്റോ ചീസ് പൊറാട്ട ഉണ്ടാക്കാനായിട്ട് നമ്മൾ 2 പൊട്ടറ്റോ ആണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ 2 പൊട്ടറ്റോ നമുക്ക് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. നന്നായിട്ട് കൈ വെച്ചിട്ട് ഉടച്ചെടുക്കാനുള്ളതാണ് കേട്ടോ നമ്മൾ പൊറോട്ടയിൽ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ. അത് കാരണം കൊണ്ട് തന്നെ നന്നായിട്ട് വേവണം. കൈ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ആട്ട കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ കപ്പിലാണ് ആട്ട എടുക്കുന്നത്. 2 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ 2 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 ടീസ്പൂൺ ഓയിലാണ്. ഇപ്പോൾ 2 ടീസ്പൂൺ ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ കുഴച്ച് വെക്കുമ്പോൾ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെജിറ്റബിൾ ഓയിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. പൊറാട്ടയ്ക്കൊക്കെ അതാണ് നല്ലത്. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഇങ്ങനത്തെ പൊറാട്ട ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് ടൈറ്റായിട്ടായിരിക്കണം കേട്ടോ നമ്മുടെ മാവ്. നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കുറച്ച് തിന്നായിട്ട് ഉണ്ടാക്കുക. അത് കുറച്ച് കട്ടിക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മാവ് ടൈറ്റായിട്ടിരിക്കണം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നോർമൽ വാട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊരു ഡ്രോപ്പ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. നമുക്ക് രാവിലെയൊക്കെ അപ്പോൾ അധിക സമയമൊന്നും വയ്ക്കാൻ സമയമില്ലല്ലോ. അപ്പോൾ ബാക്കിയെല്ലാം ആവുന്ന സമയം കൊണ്ട് നമുക്കിതൊന്നും ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കാം കേട്ടോ. ഇനി ഇതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മൾ പൊട്ടറ്റോ ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആട്ടയും കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട സ്പൈസസും ബാക്കി ഇൻഗ്രീഡിയൻസും നമുക്ക് നോക്കാം. ഇതിൽ നമ്മളൊരു 1/4 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂണ് ജീരകത്തിൻ്റെ പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ചാട്ട് മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ്, പിന്നെ ഒരു സവോള, നമ്മൾ ചെറിയൊരു സവോളയാണ് കേട്ടോ കൊത്തിയരിഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നല്ലോണം മല്ലിയില ഇടണം കേട്ടോ നമ്മളിതിൽ. പിന്നെ നമുക്ക് ചീസ്, നമുക്ക് ഫില്ലിങ്ങിൽ വേണ്ട ചീസ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് മിക്സ് ചെയ്ത് നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം കേട്ടോ. നമ്മുടെ പൊട്ടറ്റോ ബോയിൽ ചെയ്ത് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. പച്ചമുളകിന് പകരമാണ്, കുട്ടികൾക്ക് എരിവായിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കൊക്കെ ആണെങ്കിൽ പച്ചമുളക് യൂസ് ചെയ്യാം. കുട്ടികൾക്കായതുകൊണ്ടാണ് ക്യാപ്സിക്കം നല്ലൊരു ഫ്ലേവറും കിട്ടും. അതുപോലെ തന്നെ എരിവും ഉണ്ടാവില്ലല്ലോ കുട്ടികൾക്ക്. പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ സവോള, അടുത്തതായി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ സമയത്ത്. നമ്മൾ ആലു പൊറോട്ട ഉണ്ടാക്കുമ്പോൾ അതിൽ ചീസ് ആഡ് ചെയ്യാറില്ല. പിന്നെ മസാല കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ. നമ്മൾ ഓൾറെഡി ആലു പൊറോട്ട ഇട്ടിട്ടുണ്ട് കണ്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പും സ്പൈസസ് എല്ലാം കൂടെ എല്ലാവിടെയും പിടിക്കണം. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പൊറോട്ടയായിട്ട് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ചീസ് ഞാൻ മോസറല്ല ചീസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചീസ് സ്ലൈസ് ആയിട്ട് വെക്കുകയാണെങ്കിൽ നമ്മളെ പൊറോട്ടയുടെ ഉള്ളിൽ സ്ലൈസ് വെച്ചിട്ട് ഈ ഫില്ലിങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഏത് ചീസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ചീസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പം ഇനി നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. കുറച്ച് വലിയ ബോൾസ് ആക്കി എടുക്കണേ. അല്ലാതെ തിന്നായിട്ട് പരത്തരുത്, കുറച്ച് തിക്കായിട്ട് പരത്തണം. അപ്പോൾ ഇതാണ് നമ്മുടെ റൊട്ടി. ഈ സൈസിലാണ് നമ്മൾ പരത്തിയിരിക്കുന്നത്. ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും കണ്ടോ. ഇത്രയും ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ചീസ് സ്ലൈസ് ആണെങ്കിൽ ആദ്യം ചീസ് സ്ലൈസ് വെച്ചിട്ട് വേണം അതിൻ്റെ മുകളിൽ നമ്മൾ ഈ പൊട്ടറ്റോൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ചീസിൻ്റെ അളവൊക്കെ കുട്ടികൾക്ക് എത്ര ചീസ് ഇട്ടാലും ഇഷ്ടമാണല്ലോ. ഇതിൻ്റെ 2 സൈഡൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഈ സൈഡൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ പൊട്ടറ്റോ ചീസ് പൊറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ പൊറാട്ട. ഇത് നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതാ ഒരു പൊറാട്ട നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തും കൂടെ നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഫില്ലിങ്ങിൻ്റെ അളവ് നമുക്ക് എത്ര വേണമെങ്കിൽ വെക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
അതിൻ്റെ മേലിലോട്ട് നമുക്ക് ഈ ചീസ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി 2 സൈഡ് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. അധികം പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എല്ലാ പൊറാട്ടയും നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ലഞ്ചിന് കൊടുത്തയക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ റെസിപ്പീസൊക്കെ. എന്ന് വെച്ചാൽ നല്ല ഫില്ലിംഗ് ആണ്. സ്നാക്കിൻ്റെ റെസിപ്പികൾ വേറെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതെല്ലാം ലഞ്ച് റെസിപ്പീസാണ്. ഈ പൊട്ടറ്റോ ഫില്ലിങ്ങൊക്കെ വരുമ്പോഴേ കുട്ടികൾക്ക് ലഞ്ചിന് നല്ലതുമാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയും കഴിയും ഇങ്ങനത്തെ. അപ്പോൾ നമുക്കിനി നമ്മുടെ ഓരോ പൊറാട്ടയായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് 5 എണ്ണമാണ് കേട്ടോ 2 കപ്പിന് നമുക്ക് കിട്ടിയിരിക്കണം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കേട്ടോ നമ്മുടെ പൊറോട്ട നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, വെജിറ്റബിൾ ഓയിൽ. എന്നിട്ട് 2 സൈഡും ഒന്ന് തിരിച്ചിട്ട് എടുക്കാം. ഇതുപോലെ ചെറിയ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് മാറ്റാം കേട്ടോ. ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, മറ്റേ സൈഡും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ കുട്ടികൾക്ക്. ചീസൊക്കെ മെൽറ്റായിട്ട് നല്ല ടേസ്റ്റായിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാം. നല്ല ഫില്ലിംഗ് ആണ് ലഞ്ചിന്. അപ്പോൾ അതാ നമ്മുടെ അടുത്ത പൊറാട്ടയും കൂടെ അങ്ങനെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പൊറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് സെർവ് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഈസി ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന 3 ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. അതിൽ ലാസ്റ്റ് വണ്ണാണ് നമ്മുടെ ഈ പൊട്ടറ്റോ ചീസി പൊറാട്ട. അപ്പോൾ അതാ നോക്കൂ, ഇത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. ഉള്ളിൽ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇത് ഹെൽത്തിയുമാണ്, അതുപോലെ തന്നെ നല്ല ഫില്ലിങ്ങുമാണ് ലഞ്ചായിട്ട് കഴിക്കാനായിട്ട് കണ്ടോ. അപ്പോൾ നമുക്ക് 6 പൊറാട്ടയാണ് കേട്ടോ 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ. എല്ലാ വെജിറ്റബിളും ക്യാപ്സിക്കും പൊട്ടറ്റും ചീസും എല്ലാം കൂടെ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. അപ്പോൾ ഈ 3 ലഞ്ച് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. രാവിലെ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് ഹെൽത്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ട് പൊറോട്ട അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ ഞങ്ങൾ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ഇങ്ങനത്തെ ലഞ്ച് റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പുലാവ്, റൈസ്, അതുപോലെ തന്നെ റോള് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. സ്നാക്കും ലഞ്ചും റെസിപ്പീസ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ മുടങ്ങാതെ തന്നെ കാണണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ചീനീസ് കിച്ചൻ വരുന്നതാണ്. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.